ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, വചനത്തിൻ്റെ ദൂത് ഹൃദയതലങ്ങളിൽ ആഴമായി പതിയത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അതിശയങ്ങളെ, അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വാക്കുകൾ, സൃഷ്ടിപ്പിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന അധികാരമുള്ള ശബ്ദം ജീവിതത്തിൻ്റെ കൂടാരത്തിൽ ഇന്ന് മുഴങ്ങുമ്പോൾ ചില വിടുതലുകൾ, അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ദൂത് യെശയ്യാവിൻ്റെ പുസ്തകം 42 അധ്യായം 14 വാക്യം: ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു, ഇപ്പോഴോ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത്. ദൈവം പറയുന്നു, ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു. കർത്താവ് തന്നെ കാലങ്ങളെക്കുറിച്ചും സമയത്തെക്കുറിച്ചും പറയുക. ഞാൻ കുറച്ച് ദിവസങ്ങളല്ല, ചില ദിവസങ്ങൾ മാത്രമല്ല, ബഹുകാലവാ ഞാൻ മിണ്ടാതിരുന്നത്, ബഹുകാലവാ ഞാൻ മൗനമായിരുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, ഈ വാക്കുകൾ നമ്മോടുള്ള ദൂതല്ലേ? ദൈവത്തിൻ്റെ ആലോചന, ഈ വചനം എത്ര വാസ്തവമായ കാര്യമാണ്. എൻ്റെ വിഷയത്തിൽ ദൈവം ബഹുകാലമായി മിണ്ടാതിരിക്കുന്നൊരു സമയം. എൻ്റെ പ്രശ്നത്തിൽ ഞാൻ ചോദിച്ചിട്ടും എൻ്റെ കർത്താവ് മൗനം പാലിച്ചിരിക്കുന്നത് ചെറിയ ദിവസങ്ങളല്ല, കുറച്ച് ദിവസങ്ങളല്ല, ബഹുകാലമായി മിണ്ടാതിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നില്ല. അതല്ലേ അതിൻ്റെ ആഴം. ദൈവം മിണ്ടാതിരിക്കുന്നു, കർത്താവ് മൗനം പാലിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ആ ഒരു കാലഘട്ടം ഇച്ചിരി പ്രയാസമുള്ളതാ. ആ കാലഘട്ടം ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ കടന്നു പോകുമ്പോൾ ഞെരുക്കങ്ങളും വേദനകളും നൊമ്പരങ്ങളും മാനസിക തലത്തിൽ, ഹൃദയതലങ്ങളിൽ, ശാരീരിക തലങ്ങളിൽ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ പൈതലെ ദൈവസന്നിധിയിൽ ആ വിഷയത്തിനായി കാത്തിരിക്കുകയല്ലേ? ദൈവത്തിൻ്റെ ശക്തിയുടെ ദൂത, കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ശബ്ദമാ ഇന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഇനി കാലങ്ങളെയും ദിവസങ്ങളെയും ആഴ്ചകളെയും ദീർഘിപ്പിക്കുന്നു എന്നല്ല, ഇനിയും ബഹുകാലം ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുമെന്നല്ല ദൈവം പറയുന്നത്. ഇപ്പോഴോ, വചനം പറയുന്നു, ഇപ്പോഴോ ബഹുകാലം ഞാൻ മിണ്ടാതിരുന്നു, ബഹുകാലം ഞാൻ മൗനമായിരുന്നു, ഇപ്പോഴോ. അതാ പരിശുദ്ധാത്മാവ് ഈ പകൽ വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം മിണ്ടാതിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കർത്താവിനോട് സംസാരിച്ചില്ലേ? ഒത്തിരി കാര്യാദികൾ കർത്താവിനോട് ചോദിച്ചില്ലേ? കൂടുതൽ ദൈവത്തോട് സംസാരിച്ചത് ഈ വിഷയങ്ങൾ കടന്നു വന്നപ്പോഴല്ലേ? ദൈവം മൗനം പാലിച്ചപ്പോഴല്ലേ? ആ സ്ഥിതിയെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം, ഇപ്പോഴോ എൻ്റെ ഇടപെടൽ, ഇപ്പോഴോ ഞാൻ അവർ നോക്കിയിരുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരവും അതിശയത്തിൻ്റെ പ്രവൃത്തിയുടെ മേഖലകളും തുറന്നു തരുന്നെന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ദൂത് വെളിപ്പെടുത്തുക. ബഹുകാലം മിണ്ടാതിരുന്ന വിഷയത്തിന്മേൽ വേഗത്തിലധികം സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവം ബഹുകാലം മിണ്ടാതിരുന്നു, ശരിയാ. പക്ഷേ കർത്താവിന് ഒരു വാക്കുകൊണ്ട് എൻ്റെ വിഷയത്തെ ക്രമീകരിക്കാൻ കഴിയും. ഒരു വാക്കുകൊണ്ട് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയും. അതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ ദൂത് ഏറ്റെടുത്തോ. ഒരു വാക്ക്, ബഹുകാലം മിണ്ടാതിരുന്ന ദൈവം, ബഹുകാലം മൗനമായിരുന്ന ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവ് സംസാരിക്കാൻ പോകുന്നു. ഇപ്പോഴോ ഞാൻ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, ഇപ്പോഴോ എൻ്റെ മൗനതയുടെ കാലഘട്ടം ഞാൻ മാറ്റുന്നു, ഇപ്പോഴോ എൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുത്തുന്നു പോകുന്നു. ഒരു വാക്കുകൊണ്ട് സ്ഥിതിയെ തിരിക്കുന്ന ശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി തലങ്ങൾ ഇതാ വേഗത്തിൽ
സംഭവിക്കാൻ പോകുന്നു. മത്തായി സുവിശേഷം 15 അധ്യായത്തിൽ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ കർത്താവിൻ്റെ പിന്നാലെ നിലവിളിച്ചു നടക്കുക, തൻ്റെ മകളുടെ വിഷയത്തെ ഓർത്ത് കർത്താവിനോട് പറയുമ്പോൾ വചനം പറയുന്നു, ആ വാക്യത്തിൽ അവളോട് ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ഒന്നും സംസാരിക്കാതെ കർത്താവ് മൗനമായിരിക്കുന്നു എന്ന് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുക. എന്നാൽ അവളുടെ വിശ്വാസത്തെ പ്രതി ദൈവം അവളുടെ ഇഷ്ടത്തിനും അവളുടെ ഹിതത്തിനും ഏൽപ്പിച്ചു കൊടുത്തില്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. മിണ്ടാതിരുന്ന കർത്താവ് അധരം തുറന്നപ്പോൾ അവളുടെ മകൾക്ക് വിടുതലായി. ചരിത്രം മാറുക, കുടുംബത്തിൻ്റെ കണ്ണുനീര് മാറുക, കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറുക, കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ മാറുക. ഇന്ന് ദൈവത്തിൻ്റെ ദൂതിത, ബഹുകാലം മിണ്ടാതിരുന്ന കർത്താവ് ഒരു വാക്കുകൊണ്ട് ജീവിതത്തെ തിരിക്കുന്നു, സ്ഥിതികളെ തിരിക്കുന്നു, അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നു. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരമിറങ്ങുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ ദൂതിത, ഇപ്പോൾ ബഹുകാലം മിണ്ടാതിരുന്ന ദൈവം ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയം, എഴുന്നേൽക്കുന്ന സമയം. ആ നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോകുന്നു. ദൈവത്തിൻ്റെ ശക്തി ഇതാ വിഷയത്തിന്മേൽ ചലിപ്പിക്കാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്ക് സ്തോത്രം. ജനത്തെ സഹായിക്കണം. വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ബഹുകാലം മിണ്ടാതിരുന്ന വിഷയമുണ്ട്, ബഹുകാലം കർത്താവ് മൗനമായിരുന്ന കാലഘട്ടമുണ്ട്. കർത്താവെ, ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇപ്പോൾ ഒരു വാക്കുകൊണ്ട് തിരുത്താൻ പോകുന്നതിനായി, അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പോകുന്നതിനായി, അത്ഭുതങ്ങളെ വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളുടെ മേൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങളും വിടുതലുകളും ഇറങ്ങട്ടെ. ദൈവപ്രവൃത്തി അവരുടെ കൂടാരത്തിൽ സംഭവിക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.